നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്, പല അഭിപ്രായങ്ങൾ വരാം. ചില ആൾക്കാർ പറയും വളരെ നന്നായിരിക്കുന്നു എന്ന് പറയും, ചില ആൾക്കാർ പറയും ഈ ഭാഗം നന്നായിരിക്കുന്നു, ഈ ഭാഗം പ്രശ്നമുണ്ട്, ചില ആൾക്കാർ പറയും അത്ര നന്നായിട്ടില്ല അത് ചെയ്തതെന്ന് പറയും. അങ്ങനെ പല അഭിപ്രായങ്ങളാണ്. നമുക്ക് ആക്ച്വലി ഒരു റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത കാര്യം ആക്ച്വലി നല്ലതാണോ അല്ലയോ, ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് റിയൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചിലപ്പം നമുക്ക് തന്നെ അത് വിലയിരുത്താൻ പറ്റിയിരിക്കും. പല ആൾക്കാർക്കും നമുക്ക് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ നമ്മൾ യഥാർത്ഥമായിട്ട് മറ്റ് പല ആൾക്കാരും ചെയ്തത് വെച്ച് കമ്പയർ നോക്കുമ്പം അറ്റ് പാർ വിത്ത് സ്റ്റാൻഡേർഡ് ആണോ, താഴെയാണോ, മേളിലാണോ എന്നൊക്കെയുള്ള നമുക്ക് തന്നെ ഒരു ബോധ്യത്തിലോട്ട് ചിലപ്പം നമ്മൾ വരും. ചിലപ്പോൾ നമുക്കത് റിയലൈസേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന നോൺ ജഡ്ജ്മെൻ്റലായിട്ട് കാണുന്ന വേറൊരു തേർഡ് പാർട്ടിയിലോട്ട് ഇതിൻ്റെ അകത്തൊരു അഭിപ്രായം ചോദിക്കേണ്ടി വരും. എന്നിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടി വരും. ഞാനൊന്ന് പറഞ്ഞത് നോൺ ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അതിനൊരു ഉപദേശം തേടുക എന്നുള്ളതാണ്.